എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മളിതാ ടവേരയുടെ ഒരു ഫ്ലിപ്പ് കീ ആണ് കണ്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ ഇതാ കണ്ട ഈ ഒരു ഫ്ലിപ്പ് കീ ആണ്. ഈ ഒരു ഫ്ലിപ്പ് കീ എങ്ങനെയാണ് ചെയ്തത്, ചെയ്യാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, അടിച്ചുപോയെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു ചാവി ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇന്ന് അവിചാരിതമായി ഞാൻ ചുമ്മാ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വർക്കാകുന്നില്ല. അപ്പോൾ ഞാൻ ഷംനാനെ കാണാൻ വന്ന കേട്ടാ. ഇത് വർക്കാവുന്നേ ഇല്ല. ടു 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 ഒരടിയുമില്ല. ഷംനാദേ, എന്നാ ബഹളം എടാ. പിന്നെ ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഉപയോഗിക്കാതെ കുറേ നാളായിട്ട് നീ മറ്റേ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ രണ്ട് റിമോട്ടും മാറി തിരിഞ്ഞ് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കാതിരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഗ്രാമിംഗ് പോകും. പിന്നെ നമ്മൾ ഒന്ന് പ്രോഗ്രാം ചെയ്യണം, ബാറ്ററിയും പോയി പ്രോഗ്രാമിംഗ് ചെയ്യണം. ബാറ്ററി പോയി, ബാറ്ററി വീക്ക് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചക്കരയില്ല ഒന്ന് ചെയ്ത. പിന്നെന്ത് നമുക്ക് നിനക്ക് ഉദ്ഘാടനമായിട്ട് ഞാൻ ഒന്നും ചെയ്തു തന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ നിനക്കൊരു ഫ്ലിപ്പ് കീ, നിനക്ക് ഇഷ്ടമുള്ള ഒരു കീ നീ സെലക്ട് ചെയ്ത് നിനക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന എടുത്തിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നീ ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ഏത് വേണമെങ്കിലും നിനക്ക് എടുക്കും. ഇത് റെഡി ആക്കി തരുമോ? ഇതും റെഡിയാക്കി, ഇത് പ്രോഗ്രാം ചെയ്ത് റെഡിയാവോ? ഇതും റെഡിയാവും. അപ്പം ബാ നമുക്ക് നോക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഇതിൽ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോ. ഇതിനകത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും നോക്കിയെടുത്തോ. അപ്പം ഷംനാദ് എനിക്കിതാ ഈ ഒരു ചാവി റെഡിയാക്കി, അല്ലെ ഈ ഒരു കീ റെഡിയാക്കി. ഇതിൽ പുതിയ ചാവി അടിച്ചിരുത്തില്ലേ? ഇതിൽ പുത്തൻ ചാവി കട്ട് ചെയ്ത് തരും. ഇപ്പം പുതിയ കളക്ഷനൊക്കെ വരാനുണ്ട് അല്ലേ? നമ്മളുടെ പൈസ അടച്ചതിൻ്റെ ബാക്കിയൊക്കെ വരാനുണ്ട്. അപ്പം ഞാൻ ഇനി ഇതായിരിക്കും എൻ്റെ വണ്ടിയുടെ ചാവി റിമോട്ടൊക്കെ കേൾക്കാൻ പോണത്. ഷംനാദേ, അപ്പം ഇതിൽ നമുക്ക് റിമോട്ട് കഴിയുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ഈ റിമോട്ട് റെഡിയാക്കി പുതിയ ചാവി ഒടിച്ച് ഇതിൽ സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ സമ്നുക്കുട്ടനെന്ന് കാണിച്ചു തരും. അപ്പോൾ സബിന് വേണ്ടി നമ്മളൊരു കീ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് നോർമലി നമ്മൾ ഫ്ലിപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. ആ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫ്ലിപ്പ് ബ്ലേഡാണ്. എല്ലാ വണ്ടികളുടെയും ബ്ലേഡുകൾ ഇങ്ങനെ നോർമലി വരാറുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് അതിനകത്ത് കറക്റ്റായിട്ട് കയറ്റാൻ പറ്റും. ഇത് ഫ്ലിപ്പ് ബ്ലേഡ്, ടവേരയുടെ ഫ്ലിപ്പ് ബ്ലേഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കീ എടുത്ത് കട്ട് ചെയ്ത് ഇത് സൂട്ട് ചെയ്ത് അതിനകത്ത് വെക്കുവാണ്. കീ അടിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം, കട്ട് ചെയ്ത് കയറ്റാം. ആടാ, ഒരു അമ്മ പെറ്റ ഇരട്ട പിള്ളേരാന്നേ പറയുള്ളൂ കേട്ടോ. അടിപൊളി. അല്ലെ, ഇത് കള്ളന്മാർക്ക് വല്ലതും അടിച്ചു കൊടുക്കുമോ നീ? വാ കമാൻ, നമുക്ക് ഇതൊന്ന് നമ്മളെ വണ്ടിയിലിട്ട് സ്റ്റാർട്ട് ആകുമോ എന്താണെന്നൊക്കെ നോക്കാം. നിങ്ങൾ എപ്പോഴാണെങ്കിലും ചാവിയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സ്ഥലം വിടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഷംനാൻ്റെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഓക്കെ നമ്മളെ വണ്ടിയിൽ ഡോറിലൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതെല്ലാം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഇല്ല, അത് ഞാൻ കറക്റ്റ് സൈഡ് തെറ്റായുണ്ട് കേട്ടോ. ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലിപ്പ് കീ ആക്കാൻ പറയാം. ഫ്ലിപ്പ് കീ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ സോഫ്റ്റ്വെയറും കൂടെ അതിലോട്ട് ആക്കി തരും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ബാ. അപ്പോൾ ഇതുപോലെ നമ്മൾ കീ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് ലോക്ക് അടിച്ചിട്ട് ഈ ലോക്ക് വെച്ച് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് കീ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലോക്ക് സെപ്പറേറ്റ് വെക്കുമ്പം
ഇത് ലോക്ക് ടൈപ്പ് തന്നെ കറക്റ്റായിട്ടുള്ളത് വാങ്ങിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. സ്ക്രൂ ടൈപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ക്രൂ ഇരുന്ന് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ലോക്ക് ആകുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിരിക്കും. വേറെ ആട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, ഷേക്കിങ്ങോ ഒന്നും വരത്തില്ല അതിനകത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റിമോട്ടിൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കാം. ഇത് പ്രോഗ്രാം ചെയ്ത് ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് കീ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ റിമോട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിമോട്ട് നമ്മൾ ക്ലോൺ ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലോക്ക്, അൺലോക്ക്. ഓക്കെ, രണ്ടും വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിതാ ഓക്കെ. അതേസമയം നമ്മളെ ഫ്ലിപ്പ് കീ ഇതാണ്ടേ, ഫ്ലിപ്പ് കീ സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്ലിപ്പ് കീ ഇതാ ചെയ്ത് തന്നേക്കുന്നത് വെച്ചാൽ ലോക്ക്, അൺലോക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 3 ചാവിയായി അല്ലേ, 3 റിമോട്ട്, 2 ഫ്ലിപ്പ് കീയും ഒരു ഇത്. അപ്പം ഒരെണ്ണം വെച്ചാൽ ഇതിൻ്റെ കൂടെ പെയറായിട്ട് വന്നതാണ് അല്ലേ. ഇതെന്ന് വെച്ചാൽ ഷംനാഥ് ഇപ്പോൾ ഇത് ക്ലോൺ ചെയ്ത് സെറ്റാക്കി തന്നെയാണ്. സാധാരണഗതിയിൽ ഫ്ലിപ്പ് കീ അടിക്കുന്നതിന് വലിയ പൈസ ഒന്നും ആവത്തില്ല. അത് കണക്ക് തന്നെ ഇതിപ്പം പഴയ മോഡലൊരു വണ്ടിയാണ്. അപ്പം അതിന് ഇത് കണക്കുള്ള സംഭവമൊക്കെ മതി. ഇപ്പോൾ ഇമ്മൊബിലൈസർ വരുന്ന വാഹനമാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒറിജിനൽ ചാവി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ലേസർ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഉണ്ട്. അപ്പം ഇമ്മൊബിലൈസർ വരുന്ന ഏതൊരു വണ്ടിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ന്യൂജൻ വാഹനമായിക്കോട്ടെ, പഴയ വാഹനങ്ങളായിക്കോട്ടെ. ഇപ്പം എൻ്റെ വണ്ടി കണക്ക് ഒരു പഴഞ്ചൻ വണ്ടി ആയാലും കുഴപ്പമില്ല, ഏത് വണ്ടിയിലാണെങ്കിലും എല്ലാ വണ്ടിയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഓടിവായോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫ്ലിപ്പ് കീ അടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളതിൽ പഴയ സ്വിഫ്റ്റ് ആയിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ക് ഫ്ലിപ്പ് കീ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫോർഡബിൾ പ്രൈസ്, ഈ നോർമൽ റിമോട്ട് തന്നെ നമുക്ക് ഫ്ലിപ്പ് ആക്കാം. നോർമൽ, അതായത് ഓട്ടോകോപ്പ്, സെനോക്സ് അങ്ങനെ റിമോട്ടുകൾ ചെയ്തേക്കുന്നത് നമുക്ക് ഫ്ലിപ്പാക്കി ചെയ്യാം. ഇതേ കണക്ക് ഈ വീഡിയോ റിമോട്ട് എടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ക്ലോൺ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. സംഭവിച്ചാൽ ഫ്ലിപ്പ് കീ ചെയ്തതിനു ശേഷം ഞാൻ ഈ നമ്മളെ മറ്റേ വണ്ടിയിൽ ഫ്ലിപ്പ് കീ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഫ്ലിപ്പ് കീ ചെയ്തതിനു ശേഷം ഒരു രസമുണ്ട്. ഒരുപാട് സാധനങ്ങൾ പോക്കറ്റിൽ കൊണ്ടു കിടക്കണ്ട. ഇതിൽ നല്ലൊരു കീ ചെയിൻ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട് ആകുമ്പോൾ ഈ താക്കോല് ഈ കീ ഇങ്ങനെ 2 സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ട് ഇതിൽ വേറെ കീ ചെയിൻ ഇടാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇത് വെയിറ്റും കൂടും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കീ ചെയിൻ ഇടാൻ ഒരു ലോക്കൊക്കെ കംപ്ലൈന്റ് വെയിറ്റ് കൂടുമ്പോഴത്തേക്കും അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഭംഗിയുള്ള ഒരു ചാവി കിട്ടിയിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.